ഹായ് സ്റ്റുഡൻസ്, സ്റ്റാൻഡേർഡ് 10th ചാപ്റ്റർ 2 പബ്ലിഷിംഗ് എന്ന ചാപ്റ്ററിലെ മെയിൽ മെർജ് എന്ന സങ്കേതം എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടുള്ള ഒരു ലെറ്റർ തയ്യാറാക്കാനാണ്. അപ്പോൾ ആ ലെറ്ററിനകത്തുള്ള കണ്ടന്റ് ഒക്കെ സെയിം ആണ്, പക്ഷെ അത് കുറേ പേർക്ക് അയക്കാനുണ്ട്. അപ്പോൾ അവരുടെ നെയിം മാത്രം നമുക്കൊന്ന് മാറ്റണം. അപ്പോൾ അതെങ്ങനെ നമ്മൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫയല് letter.odt എന്നുള്ളതാണ്. അതിൻ്റെ അകത്തേക്ക് ലിങ്ക് ചെയ്യേണ്ട ഫയൽ address.ods. ഈ .ods എന്ന് കേട്ടാൽ അത് കാൽക്ക് ഫയലാണ്. ഇതെല്ലാം നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് ഏത് ഫയലാണ്? letter.odt എന്നുള്ള ഫയലാണ്. ODT എന്ന് പറയുന്ന റൈറ്ററിലുള്ള ഫയലാണ്. അപ്പോൾ ഈ ODT എന്നുള്ളത് അല്ലെങ്കിൽ OTT എന്നുള്ള ഫയലാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് പ്ലേസസിൽ ഹോം എടുക്കുന്നു. അവിടെ സ്കൂൾ റിസോഴ്സ് എടുക്കുക. അതിൽ സ്റ്റാൻഡേർഡ് 10 letter.odt എന്നുള്ള ഫയൽ നോക്കുക. അപ്പോൾ ഇതാണ്ട് രണ്ട് ഫയലുണ്ട്, ലെറ്റർ മലയാളം ഉണ്ട്, letter.odt ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ പറയുന്ന ഫയലിൽ നമുക്ക് ഈ പറയുന്ന ഡിയർ എന്നുള്ളിടത്താണ് ഈ പറയുന്ന നെയിം കൊടുക്കേണ്ടത്. ഡിയർ എന്നുള്ളിടത്തും അതേപോലെ ടു എന്നുള്ളിടത്തും നമുക്ക് അവരുടെ നെയിമും അഡ്രസ്സും കൊടുക്കണം. അപ്പോൾ ഇത് നമുക്കിവിടെ തന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെ സെയിം ആണ്. എന്നിട്ട് അതിൽ ഓരോരുത്തരുടെയും വേറെ വേറെ ആൾക്കാരുടെ പേരാക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അത് ഓരോ പേജായിട്ട് ഓപ്പൺ ആയിട്ട് വരണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഇൻസേർട്ടിൽ ഫീൽഡ് മോർ ഫീൽഡ്സ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അതിങ്ങനെയാണ് ഈ ഒരു വിൻഡോ ഓപ്പണായി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലാസ്റ്റുള്ള ഡാറ്റാബേസ് എടുക്കുക. അപ്പോൾ ലാസ്റ്റുള്ള ഡാറ്റാബേസ് എടുത്തു. ഇവിടെ ബ്രൗസ് എന്നുള്ള ഓപ്ഷനിൽ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫയൽ ഈ കാൽക്കെന്ന് പറഞ്ഞ ഫയലാണ് ഇവിടെ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ODS ഫയൽ തന്നിരിക്കുന്നത് അഡ്രസ്സിനാണ്. അപ്പോൾ ഹോമിൽ സ്കൂൾ റിസോഴ്സ് എടുക്കുന്നു. അതിൽ സ്റ്റാൻഡേർഡ് 10 address.ods എന്നുള്ള ഈ ഫയൽ അതൊരു ഗ്രീൻ കളറിലായിരിക്കും ഉണ്ടാവുക. അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിവിടെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ മെയിൽ മെർജ് അല്ല, ഇവിടെ ടൈപ്പ് എന്നുള്ളിടത്ത് ഇവിടെ സെലക്ട് ചെയ്യണം. മെയിൽ മെർജ് ഫീൽഡിൽ ഇവിടെ അഡ്രസ്സ് എന്നുള്ളതിൽ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഷീറ്റ് 1 വന്നിട്ടുണ്ട്, ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ വേണ്ട നെയിം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഈ ഡോക്യുമെൻറ്റിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ കേഴ്സർ വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ നെയിം എന്ന് കൊടുക്കുക. ഒന്നെങ്കിൽ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് കൊടുക്കുക. ഇനി നമുക്കിവിടെ 2 എന്നുള്ളിടത്ത് നെയിം വരണം. ഡബിൾ ക്ലിക്ക് കൊടുത്തു. വീണ്ടും എൻ്റർ പ്രസ് ചെയ്തു. ഹൗസ് നെയിം കൊടുത്തു. വീണ്ടും എൻ്റർ പ്രസ് ചെയ്യുക. അതേപോലെ സ്ട്രീറ്റ് നെയിം. ഇനി നമുക്ക് എൻ്റർ പ്രസ് ചെയ്തിട്ട് പോസ്റ്റ് ഓഫീസും കൂടി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പിൻകോഡും കൂടി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞു. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നെയിം ഇങ്ങനെ ഒരു ആരോയിൽ വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ താഴെ ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിനി ചെയ്യേണ്ടത് മെയിൽ മെർജ് ആക്കാൻ വേണ്ടിയിട്ട് ഫയലിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഫയലിൽ പ്രിൻ്റ് എടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. ഡു യു വാണ്ട് ടു പ്രിൻ്റ് ഫോം ലെറ്റർ? യെസ് എന്ന് കൊടുക്കുക. ഈ വന്ന വിൻഡോയിൽ ഔട്ട്പുട്ട് എന്നുള്ളത് പ്രിൻ്റർ എന്നാണ് സെലക്ട് ആയി കിടക്കുന്നത്. അത് മാറ്റിയിട്ട് ഫയലിൽ നിന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ചേഞ്ച് എന്ന് പറയുന്നത് ഫയലിൽ നിന്ന് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ കൊടുക്കേണ്ട എന്താണ്? സേവ് ആ സിംഗിൾ ഡോക്യുമെൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അത് തന്നെയാണ് വേണ്ടത്. അങ്ങനെ കൊടുത്തിട്ട് ഓക്കെ എന്ന് പറയും. അപ്പോൾ നമ്മളോട് ഇത് സേവ് ചെയ്യാനാണ് പറയുക. അപ്പം ഹോമിൽ നിങ്ങളുടെ സ്കൂൾ വർക്ക്സ് 10 എടുത്തു, സ്റ്റുഡൻസ് വർക്ക്സ് 10 എടുക്കുന്നു. അവിടെ ഞാനിതൊരു ലെറ്റർ എന്നുള്ള പേരിലാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊരു ലെറ്റർ എന്നുള്ള പേരിൽ സേവ് ചെയ്തു. സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ ചെറിയൊരു ഡയലോഗ് ബോക്സിൽ കുറേ നമ്പേഴ്സ് വരുന്നത് കാണാൻ പറ്റും. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ആ ഒരു ഫയലാണ്. ഇതിലല്ല നമ്മൾ ചെയ്തിരിക്കുന്ന മെയിൽ മെർജ് ഇപ്പം നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയലാണ്. ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. വീണ്ടും ഫയൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ സേവ് ചെയ്ത് വെച്ച ഫയൽ ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് 10 ഓപ്പൺ ചെയ്യുന്നു. അവിടെ നമ്മളിപ്പോൾ സേവ് ചെയ്ത് വെച്ച ഫയലിൻ്റെ പേര് letter.odt എന്നാണ്. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ പേജിൽ വേണുക്കുട്ടൻ എന്നുള്ള ആൾക്കാണ് ലെറ്റർ ഉള്ളത്. സെക്കൻഡ് പേജിൽ നിങ്ങൾ നോക്കിയാൽ അംബുജാക്ഷൻ എന്നുള്ള പേരിലാണ്. തേർഡ് പേജിൽ സുനില, അവരുടെ അഡ്രസ്സ് ഇവിടെ ഉണ്ട്. അതേപോലെ വിമലൻ. അങ്ങനെ നമുക്ക് ഓരോ പേജിലായിട്ട് ഓരോരുത്തരുടെ ഇതായിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ 79 പേജ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടേക്ക് നോക്കിയാൽ കാണാം.
അപ്പോൾ ഓരോ പേജിൽ ഓരോ ലെറ്ററായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാർഡ് തയ്യാറാക്കുന്ന എങ്ങനെ, ഇതുപോലുള്ള ഒരു പാർട്ടിസിപ്പൻറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് ഒരു മെയിൽ മെർജ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഓപ്പൺ ചെയ്യേണ്ട ഫയല് സ്കൂൾ റിസോഴ്സിൽ card.odt എന്ന് പറയുന്ന ഫയൽ, ഈ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഈ card.odt എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം 4 കാർഡ് ഉണ്ട് ഒരു പേജിൽ. അപ്പോൾ ഈ 4 കാർഡിലും ഒരേ ആളുടെ പേരല്ല, ഓരോ കാർഡിലും ഓരോരുത്തരുടെ പേരായിട്ട് വരണം. അപ്പോൾ ഒരു പേജിൽ തന്നെ 4 കാർഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഇൻസേർട്ടിൽ ഫീൽഡ് ഓപ്പൺ ചെയ്തു, മോർ ഫീൽഡ്സ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഡാറ്റാബേസിലാണുള്ളത്. അവിടെ നമ്മൾ ബ്രൗസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഹോമിൽ സ്കൂൾ റിസോഴ്സിൽ സ്റ്റാൻഡേർഡ് 10ൽ participants.ods എന്നുള്ള ഫയൽ കാണാം. ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇനി നമ്മൾ മെയിൽ മെർജ് ഫീൽഡ് സെലക്ട് ആണ്. ഇവിടെ നിന്ന് ഷീറ്റ് 1 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്തിട്ട് നെയിം എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലാസ് item 1, item 2, item 3 ഇത്രയും കൊടുത്തു. ഇനി നമുക്ക് അടുത്ത കാർഡിലേക്കാണ് പോകേണ്ടത്. അടുത്ത കാർഡിൽ കൊടുക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ ചെയ്യേണ്ടത് നെക്സ്റ്റ് റെക്കോർഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് 2 പ്രാവശ്യം ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്താലാണ് അത് കറക്റ്റായിട്ട് കിട്ടുക. അത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും മെയിൽ മെർജ് ഫീൽഡ് സെലക്ട് ചെയ്തു. വീണ്ടും ഷീറ്റ് 1 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നെയിം എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ വീണ്ടും ക്ലാസ് item 1, item 2, item 3 ഇങ്ങനെ കൊടുത്തു. ഇനി വീണ്ടും നെക്സ്റ്റ് റെക്കോർഡ് എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി താഴേക്ക് എടുത്തു, നെയിം എന്നുള്ളിടത്ത് നെയിം കൊടുത്തു, ക്ലാസ് എന്നുള്ളിടത്ത് ക്ലാസ്, ഐറ്റം അങ്ങനെ വന്നു പോയാൽ ഒന്നെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് അടിച്ചാൽ മതി. ഇനി ഇവിടെ item 1 കൊടുത്തു, ഇവിടെ item 2 അവിടെ തെറ്റിയിട്ടുണ്ട്, ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക. വീണ്ടും item 3. ഇനി നമ്മൾ അടുത്ത കാർഡിലേക്ക് പോവാണ്. അപ്പം വീണ്ടും നെക്സ്റ്റ് റെക്കോർഡ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ വന്നു, ഇവിടെ നെയിം എന്നുള്ളിടം സെലക്ട് ചെയ്തു. ഇവിടെ മെയിൽ മെർജ് ഫീൽഡിൽ നെയിം എന്ന് കൊടുക്കുക. വീണ്ടും ഇവിടെ ക്ലാസ് കൊടുത്തു. ഇവിടെ item 1 കൊടുക്കുക, item 2 എന്ന് കൊടുത്തു, item 3 എന്ന് കൊടുത്തു. ഇത് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പേജിൽ 4 കാർഡിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് സേവ് ചെയ്യാണ്. ഫയലിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു, എസ് കൊടുക്കുകയാണ്. ഇവിടെ പ്രിൻ്റർ എന്നുള്ളിടത്ത് ഫയൽ എന്ന് കൊടുത്തു, ഔട്ട്പുട്ട് ഫയൽ കൊടുത്തു, സേവ് എ സിംഗിൾ ഡോക്യുമെൻ്റ് കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ card.odt എന്ന് കൊടുക്കുന്നു. card.odt എന്ന് സേവ് ചെയ്യേണ്ടത് ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് 10ൽ ആണ് സേവ് ചെയ്യേണ്ടത്. അപ്പം ഞാനിത് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചു. ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്നുള്ളത് കാർഡ് എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ സേവ് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ഡയലോഗ് ബോക്സ് വന്നിരുന്നു. നമുക്ക് ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ പ്ലേസസിൽ ഹോം എടുത്തു. അവിടെ സ്റ്റുഡൻസ് വർക്ക്സ് 10 എടുക്കുക. ഇതിൽ card.odt എന്നുള്ളതാണ് നമ്മൾ സേവ് ചെയ്തത്. ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വന്നത് അമൽ കൃഷ്ണ എന്ന് പറയുന്ന ആളുടെ പേരാണ്. അടുത്തത് അഭിഷേകാണ്. ഇവിടെ താഴെ അജയ് കൃഷ്ണ, അഖില ആർ എന്നൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ പേജിലും ഓരോ കാർഡിലും ഓരോരുത്തരുടെ പേരായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.